വ്യക്തികളുണ്ടോ, അവർ സാക്ഷി പറയാൻ തയ്യാറാണോ, അതുപോലെ ടെലിഫോൺ രേഖകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതിനകത്തേക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ബലമായിട്ടുള്ള സ്ഥിരമായ തെളിവായി നിലനിൽക്കുന്ന തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ ഒരു ജോലി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ പൂർത്തിയായിട്ടുള്ളൊരു കേസിനെ കുറിച്ചല്ല ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം വിവിധ ഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടാകാം, അവരത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടാകാം, നമുക്കതറിയാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ അന്വേഷണം പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രം നമുക്കറിയാൻ കഴിയുന്ന ചില വിവരങ്ങളാണ്. എന്നിരുന്നാലും എത്തേണ്ടത് ഇവിടേക്കൊക്കെ ആണ് എന്ന് നമുക്ക് അനുമാനിക്കാമെന്ന് മാത്രം. തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ഇപ്പോൾ സജി നന്ദിയാട്ടും ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിലേക്ക് കൂടെ പോകാം ഇടവേളയ്ക്ക് ശേഷം. നിർമ്മാതാവ് സജി നന്ദിയാട്ട് കൂടി ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ സജി നന്ദിയാട്ട്, താങ്കൾ വരാൻ വൈകിയതുകൊണ്ടാണ് ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദിച്ചു വന്നത്. ദിലീപ് പുറത്തിറങ്ങിയാൽ നടിയുടെ ജീവന് വരെ ഭീഷണിയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയത് എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? സ്മൃതി, അത് സ്വാഭാവികമാണ്. സാധാരണ പ്രോസിക്യൂട്ടർ ഒരിക്കലും ജാമ്യം കിട്ടരുത് എന്ന വാദം നിരത്തുന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാരണം നമുക്കറിയാം, മൊബൈൽ കണ്ടെടുക്കണം. അല്ല, മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ഇങ്ങനൊരു കേസിൽ കിട്ടുക വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ നിയമജ്ഞന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അത്രയും നിയമ വിദ്യാർത്ഥിയൊന്നും അല്ല, എങ്കിൽ കൂടി അതിൽ LKG പഠിക്കുന്ന ഒരാളാണ്. നിയമത്തിൽ LKGക്കാരനായി ഞാൻ പറയുന്നു, മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം ഇങ്ങനെയുള്ള കേസിൽ കിട്ടാൻ സാധ്യത കുറവാണ്. വേണമെങ്കിൽ മജിസ്ട്രേറ്റ് ഡിസ്ക്രിമിനേറ്റിംഗ് പവറുണ്ട്. പക്ഷേ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ നിന്ന് അവിടെയും ജാമ്യം കിട്ടുമെന്ന് പറയുക വയ്യ. കാരണം അവിടെയും ഗവൺമെൻറ് വക്കീൽ അതിനുള്ള പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഇന്ന് പറഞ്ഞത് സാക്ഷികളെ സ്വാധീനിക്കും, ഇങ്ങനെയുള്ള ഈ നടിയെ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയാം. അതൊക്കെ സ്വാധീനം വളരെ വലുതല്ലേ? അതിപ്പോൾ തന്നെ വ്യക്തമാവുകയില്ലേ? 2-3 ദിവസമായി മുമ്പ് എപ്പോഴും കോടതിയിലേക്ക് ദിലീപിനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ കൂക്കിവിളികളായിരുന്നു. ജനം കൂക്കി വിളിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു വശത്ത് അദ്ദേഹത്തിന് തിരിച്ച് കൈവീശാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ PR വർക്കാണ്, വലിയ നെറ്റ്വർക്ക് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമല്ലേ? സ്മൃതി, കഴിഞ്ഞ ദിവസം ആദ്യമേ അങ്കമാലി കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ എന്നോടൊരു പത്രലേഖകൻ പറഞ്ഞതാണ്, ഒരു പ്രായമുള്ള സ്ത്രീ ആ വണ്ടിയുടെ പുറകിൽ ഓടിക്കൊണ്ട് മോനെ പോയിട്ട് വാടാ, നീ ഒരു നിരപരാധിയാടാ, നിൻ്റെ കൂടെ ഞങ്ങളുണ്ടാ എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ കണ്ടു. പിന്നെ വാനത്ത് നിന്ന് തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു അഭിനയ നേതാവ് ഇങ്ങനൊരു കേസിൽ പെട്ടു എന്ന് അല്ലെ പ്രതിയായി എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും മലയാളിയുടെ മനസ്സ് വൈകാരിക മനസ്സല്ലേ ശ്രുതി? അങ്ങനെ മലയാളികളെ മുഴുവൻ ചേർത്ത് വെക്കേണ്ട, പൈസ കൊടുത്ത ആൾക്കാരെ ഏർപ്പാടാക്കിയതാണ്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ സ്മൃതി, നമ്മൾ തല്ലുകൊണ്ട കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? മുണ്ട് കിട്ടിയ കാര്യം കൂടെ പറയട്ടെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ദിലീപിനെതിരായി ഒത്തിരി സോഷ്യൽ അല്ല, ഞാൻ ചോദിക്കാം, അതൊരു പഴഞ്ചൊല്ല. പറയട്ടെ സ്മൃതി, എന്നെ പറയാൻ സമ്മതിക്കൂ. പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്ന പോലെ ഇങ്ങനെ ചോദിച്ചു പോയാൽ ഞാൻ നിസ്സഹായനായി പോകും. ഒന്നാമതെ വാചാലത വളരെ കുറവാണ് എനിക്ക്. ഞാൻ പറഞ്ഞത് ഇവിടെ ദിലീപിനെതിരായിട്ടായിരുന്നു ഇത്രയും നാളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ദിലീപ് അനുകൂലമായി വരുന്നു. ഞാനും അതേക്കുറിച്ച് അന്വേഷിച്ചു. എനിക്ക് പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിങ്ങുള്ള കാര്യം ഞാൻ കൈകാര്യം ചെയ്യാറുള്ള ആളല്ല, ഞാനൊരു പഴയ മനുഷ്യനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത്, ദിലീപിൻ്റെ ഒരു ഫാൻ പറഞ്ഞത്, റിയാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് 2250 യൂണിറ്റ് ഉണ്ട് ദിലീപ് ഫാൻസ് അസോസിയേഷൻ. അവർ ഡിഫൻഡിലായി നിന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചകളിലൂടെ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതത്ര കാര്യമുള്ള കേസല്ല എന്ന് ബോധ്യം വരുന്നു എന്ന രീതിയിൽ അവർ സംസാരിച്ചു. അതുകൊണ്ട് അവരുടെ ഫാൻസ് അസോസിയേഷൻ അവർ ദിലീപിന് വേണ്ടി അവരുടേതായ കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഇനി കളി തുടങ്ങുമെന്ന ഭീഷണിയുടെ ഭാഷയിൽ പറഞ്ഞ ദിലീപിന്റെ സഹോദരൻ അല്ല, അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടെയുള്ള ആരെയോ പത്രക്കാരെയോ മറ്റുള്ളവരെയോ ഒന്നും അല്ല. അവരുദ്ദേശിക്കുന്നത്, അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം, എൻ്റെ ചേട്ടൻ നിരപരാധിയാണെന്നും എൻ്റെ ചേട്ടനെ കുടുക്കിയതാണെന്നും ആ കുടുക്കിയവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവുമെന്നും ആ സാഹചര്യത്തിൽ അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾ നാളെ ഉപ്പ് വന്നവൻ വെള്ളം കുടിക്കുന്നത് നിങ്ങളായിരിക്കും,
എന്നുള്ള തരത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ അതിന് മറ്റൊരു മാനം കാണേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഇവിടെ അനുമാനങ്ങൾ സംസാരിക്കുമ്പോൾ കോടതിയോ പോലീസോ പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മുടെ മുമ്പിലില്ല. വലിയ വലിയ നിയമജ്ഞന്മാരിക്കുന്ന സദസ്സിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറ്റുന്നില്ല ശ്രീ സജി നന്ദ്യാട്ട്, അറിയാതെ പഴയ നിലപാടിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമാണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിപ്പോയി. നിലപാട് ഇപ്പോഴും കറക്റ്റ് നിലപാടല്ലേ? ബോഡി ലാംഗ്വേജ് ഒന്നും അല്ല, താങ്കൾ പറയുന്ന കാര്യങ്ങളാണ്. എന്റെ മനസ്സിലുള്ളതല്ലേ എന്റെ വെളിയിൽ വരൂ. അതെ, മനസ്സിലുള്ളത് ഒപ്പമാണ് തന്റെ മനസ്സ്. അദ്ദേഹത്തിന്റെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് താങ്കളുടെ വിഷമം എന്ന് തുറന്നു പറഞ്ഞാൽ കുറ്റാരോപിതനായ മനുഷ്യൻ കുറ്റം ആരോപിക്കപ്പെട്ടവനാണ്. അദ്ദേഹം കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുമ്പോഴാണ് നമുക്ക് ഒരു തീരുമാനത്തിലെത്തുക. ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പോലീസ് പറഞ്ഞ ഭാഷകളൊന്നുമില്ല. ഒരു ചർച്ചയും ഇവിടെ നടന്നിട്ടില്ലേ? അല്ല, അറസ്റ്റിലായവരെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ ഈ ദിലീപിന് അറസ്റ്റിലാകുമ്പോഴാണല്ലോ ദിലീപ് സെലിബ്രിറ്റി ആയിട്ട് സ്വാഭാവികമായിട്ടും അതിനകത്ത് മാധ്യമ ശ്രദ്ധ കൊടുക്കുന്നത്. അവകാശങ്ങൾ ദിലീപിന്റെ ഓണാഘോഷം വാർത്തയാക്കാം, അദ്ദേഹത്തിന് വിവാഹം വാർത്തയാക്കാം, ആഘോഷങ്ങൾ വാർത്തയാക്കാം, അദ്ദേഹം എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വാർത്തയാക്കാം, സിനിമ വാർത്തയാക്കാം. പക്ഷെ അദ്ദേഹം അറസ്റ്റിലായി കഴിഞ്ഞാൽ ചർച്ച പാടില്ല. ഇതൊക്കെ വാർത്തയാക്കാൻ നിങ്ങളല്ല, ഞങ്ങളാണോ? ഇവിടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ വാർത്തയാക്കുന്നില്ലല്ലോ. ഇതും സാധാരണക്കാരൻ നെഞ്ചേറ്റിയ ആൾ അറസ്റ്റിലാകുമ്പോൾ അത് ചർച്ചയാകും. ശ്രീ സജി നന്ദ്യാട്ട്, ആ സാധാരണക്കാരന്റെ കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാറില്ല. സെലിബ്രിറ്റികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, അവരുടെ വിവാഹം, ഇതെല്ലാം ചർച്ച ചെയ്യും. അത് സ്വാഭാവികമാണ്. ജനങ്ങൾക്ക് സിനിമ ഇഷ്ടമായത് സിനിമ എന്ന മാധ്യമത്തെ അവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയാൻ അവർക്ക് ഇഷ്ടമാണ്. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ നമ്മൾ അയലോക്കത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാനാണ് നമുക്ക് ഏറെ ഇഷ്ടം. സ്വന്തം വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കും. അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ KSEB ഉദ്യോഗസ്ഥന് വെച്ചേക്കത്തില്ല. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ്. ഇത് ശരാശരി മലയാളികളുടെ, ഞാൻ ഉൾപ്പെടുന്ന ശരാശരി മലയാളിയുടെ മനസ്സാണ്. അപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ പ്രതിയാണെന്ന് പോലീസ് പറയുമ്പോൾ അത് വിശ്വസിക്കുക നമുക്ക് തരവുള്ളൂ. പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് അവിടെ തെളിയിക്കപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് എത്രമാത്രം ശരിയുണ്ട്, എത്രമാത്രം തെറ്റുണ്ട്. ഈ പിന്തുണ വലിയ തോതിൽ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ ദിലീപിന്റെ വാർത്തകൾ വരികയാണ്. അതുകൂടാതെ എല്ലാ ചാനൽ ഓഫീസിലും ഓരോരുത്തരും നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. ആ സമയത്ത് ദിലീപുമായി ബന്ധപ്പെട്ട വാർത്തകളെ ആയിരിക്കില്ല, പക്ഷെ എല്ലാവരും പഠിപ്പിച്ചു വിട്ടതുപോലെ ഓരോ സ്ഥലത്തേക്കും വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയമല്ലേ, ഞങ്ങൾക്ക് മടുത്തു എന്ന്. ആർക്കാണ് ഇപ്പോൾ മടുത്തത്? ഇത് ആസ്വദിച്ച് കാണുകയൊന്നുമല്ല, ഇതിന്റെ ഫലം എന്താകുമെന്ന് അറിയാനുള്ള ചർച്ചയാണ്. ഇത് എവിടെ വരെ എത്തുന്നതിനുള്ള ചർച്ചയാണ്. അന്വേഷണം ശരിയായ രീതിയിലാണോ നടക്കുന്നതെന്നുള്ള ചർച്ചയാണ്. അമൃതും അധികമായ വിഷമാണ്. ഈ ചാനൽ ചർച്ച ദിവസം ഇതേക്കുറിച്ച് പോകുമ്പോൾ ശ്രീ സജി നന്ദ്യാട്ട്, എന്തൊരു തരം താരതമ്യങ്ങളാണ് താങ്കൾ നടത്തുന്നത്? ശ്രീ സജി നന്ദ്യാട്ട്, എന്തൊരു തരം താരതമ്യങ്ങളാണ് താങ്കൾ നടത്തുന്നത്? താങ്കളിലേക്ക് വരാം. ഇപ്പോൾ റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ആദ്യം ചോദിച്ച ചോദ്യങ്ങളിലേക്ക് തന്നെ താങ്കളിലേക്കും വരേണ്ടി വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ സ്വാഭാവികമായ ഒരു നടപടിയായി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടിയിൽ കാണേണ്ടി വരില്ല. ഇതിപ്പോൾ പ്രോസിക്യൂഷൻ വലിയ കാര്യങ്ങൾ നിരത്തിയെന്ന് പ്രോസിക്യൂഷൻ പുറത്തു വന്ന് പറയുകയാണ്. ദിലീപിന്റെ മാനസികാവസ്ഥ തെളിയിക്കുന്ന പല പ്രതികരണങ്ങളും അദ്ദേഹം നേരത്തെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തിറങ്ങിയാൽ നടിക്ക് ജീവന് വരെ ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞൊക്കെയാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അങ്ങനെയുള്ള വാദങ്ങളൊന്നും അകത്ത് നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് ജാമ്യം കിട്ടി എന്നുള്ളത്, 4-ാം ദിവസം ജാമ്യം കിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അല്ല, ആ കോടതിയിൽ ജാമ്യം കൊടുക്കാൻ ആ കോടതിക്ക് ഇതിന് കേസ് ഡയറി നോക്കിയിട്ട് എവിഡൻസ് ഇല്ലെങ്കിൽ അത് ക്വാഷ് ചെയ്യാൻ മാത്രമേ ആ കോടതിക്ക് അധികാരമുള്ളൂ. അല്ലാതെ അവിടെ ജാമ്യം കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ശിക്ഷ 376 എന്ന റേപ്പിന് ജീവപര്യന്തമാണ്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ആ ജീവപര്യന്ത ശിക്ഷയുള്ളിടത്ത് ജാമ്യം സാധാരണഗതി കൊടുക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ജാമ്യം കിട്ടില്ല എന്നറിയാം. അതുതന്നെയല്ല, കേസ് ഡയറി മുഴുവൻ കോടതി വാങ്ങി പരിശോധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ സെഷൻസ് കോടതി പോവുകയാണോ ഹൈക്കോടതി പോവുകയാണോ അപ്പോൾ അവിടെ പരിശോധിക്കും. കേസ് ഡയറി അവിടെയും വാങ്ങിച്ച് പരിശോധിക്കും. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു അന്വേഷണ സ്റ്റേജാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് അപ്പുണ്ണി ഒളിവിപ്പോയി. ആ പ്രതിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അപ്പുണ്ണി.
ആ അപ്പുണ്ണിയെ ലഭ്യമല്ല. ആ പ്രതിയുടെ അല്ലെങ്കിൽ ദിലീപിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യേണ്ട മറ്റൊരു അഡ്വക്കേറ്റ് ഉണ്ട്, അവരുമില്ല. അപ്പോൾ അതൊക്കെ അന്വേഷണത്തിന് തടസ്സമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റായ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇന്ന് പ്രതിഭാഗം അഡ്വക്കേറ്റ് കോടതി 2 മൊബൈൽ ഫോൺ കൊടുത്തു. ദിലീപിന് 2 ഫോണുകൾ ദിലീപിൻ്റെ ആണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് 2 ഫോൺ കൊടുത്തു. അത് എന്തിനാണ് കൊടുത്തത്, എന്താവശ്യത്തിനാണെന്നൊന്നും നമുക്ക് മനസ്സിലാവും. പക്ഷേ അങ്ങനെ ഒരു നടപടിക്രമം കോടതിയിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ എന്താണ് സംശയിക്കുന്നത്? ഈ ഹൈക്കോടതിയിലേക്ക് കേസ് കൊണ്ടുപോകുന്നതിന് മുമ്പ് അന്വേഷണവുമായി സഹകരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം തന്റെ 2 മൊബൈൽ കൊണ്ട് കൊടുത്തിട്ടുള്ള മൊബൈലൊന്നുമല്ല. അതാണ് അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ. പക്ഷേ അങ്ങനെ ഒരു നടപടിക്രമം ഇല്ല, എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രതിഭാഗം വക്കീലിന് അല്ലെങ്കിൽ പ്രതിക്ക് ഒരു കേസിൻ്റെ ചാർജ് കൊടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതി ട്രയൽ പൂർത്തിയാക്കി ശേഷം പ്രതിഭാഗത്തിന് ചോദിക്കും, നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഹാജരാക്കാനുണ്ടോ, അന്ന് മാത്രമേ അതിന് അവകാശമുള്ളൂ. അതിനു മുമ്പ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ടുപോയി സറണ്ടർ ചെയ്തൊരു കേസിൻ്റെ അന്വേഷണം ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽ ഓബ്ജക്റ്റ് കൊണ്ടുപോയി കോടതി കൊണ്ടേ കൊടുക്കുന്ന ഒരു നടപടിക്രമം ഞാൻ കണ്ടിട്ടില്ല. CRPCക്കകത്ത് എങ്ങും അത് പറഞ്ഞിട്ടുമില്ല. പക്ഷേ പോലീസിന്റെ കയ്യിൽ എത്തിയാൽ അതിൽ കൃത്രിമം കാണിക്കുമെന്നാണ് ഇല്ല, അതൊക്കെ അത് വേറൊരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനം അഡ്വക്കേറ്റ് കൈകൊണ്ട് തൊട്ടല്ലോ. ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റ് പോലീസിന് മാത്രമേ ഒരു കേസ് അന്വേഷണത്തിലുള്ള സാധനം കൈകാര്യം, അത് ഒതുക്കം ചെയ്യുകയും അത് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റുകയും അത് ഹാൻഡിൽ ചെയ്യുകയും അത് ടാമ്പർ ചെയ്യുന്നതൊക്കെ നടപടിക്രമം വ്യത്യാസമാണ്. പോലീസിന് മാത്രമായ ഇത് തൊടാൻ അവകാശമുള്ളൂ, അത് കസ്റ്റഡി എടുത്ത് കോടതി കൊടുക്കാൻ അവകാശമുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പ്രതിക്കോ അല്ലെങ്കിൽ പ്രതിയുടെ ആൾക്കാർക്കോ ആർക്കും അത് തൊടാൻ അവകാശമില്ല. ഇത് മെറ്റീരിയലായ ഒരു എവിഡൻസ് ആണെന്ന് പോലീസ് കണ്ടെത്തണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന ഒരു നടക്രമം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതൊന്ന്. ഇതിനകത്ത് കേസിലെ ബന്ധപ്പെട്ട ഒരു സാധനമാണെങ്കിൽ ഇതിനകത്ത് 201, 202, 206 IPC സെക്ഷൻ അട്രാക്റ്റ് ചെയ്യും. അത് വക്കീലൊന്നും തൊടാനോ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യാനോ ഇപ്പോൾ അവകാശമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതെന്തായാലും കോടതി അത് സ്വീകരിക്കാനും പാടില്ല, കോടതി റിജക്റ്റ് ചെയ്യണമായിരുന്നു. കാരണം ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു സഹായിയായിട്ട് കോടതി നിൽക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്ന നിയമപുസ്തകത്തിൽ. അപ്പോൾ അത് കോടതി ഒരിക്കലും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സഹായം പക്ഷേ ബ്ലോക്ക് ചെയ്യില്ല, അന്വേഷണം തടസ്സം നിൽക്കില്ല. അന്വേഷണത്തിന് കോടതി ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ മെറ്റീരിയൽ സാധനം അവിടെ കൊടുക്കാൻ വേണമെങ്കിൽ പോലീസിൽ കൊടുക്കാമായിരുന്നു. അപ്പോൾ അതൊരു നിയമപരമായ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പോലീസിൽ എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല? സെക്ഷൻ അവിടെ അട്രാക്റ്റ് ചെയ്യും. ഈ സാധനം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വെച്ചാൽ 179, 152 IPC വീണ്ടും വരികയാണ്. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇഷ്യൂയാണ്. അതിനകത്ത് രാംകുമാർ സാറിനെ പോലെ അദ്ദേഹം എങ്ങനെ ഇത് കൊടുത്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ ജോസഫ്, ഇതിപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ കീഴ്ക്കോടതിയിൽ പറഞ്ഞ അതേ വാദങ്ങൾ തന്നെ പ്രോസിക്യൂഷൻ അവിടെയും കൊണ്ടുവന്ന് പറയുകയാണെങ്കിൽ അത് നിലനിൽക്കുന്ന വാദങ്ങളാണോ? ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഇതൊന്നും അവിടെ നിലനിൽക്കത്തില്ല. കോടതിക്കറിയാം ഇതിൻ്റെ പ്രാധാന്യം. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ, ഇതിനകത്ത് കോൺസ്പിറസിയിലാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കോൺസ്പിറസിക്ക് അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ എന്ന് കേസ് ഡയറി പരിശോധിച്ച് നോക്കും. അതിനകത്ത് സുപ്രീം കോടതി എത്രയോ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഒരു ചെറിയ നോളജ്, ചെറിയ ഒരു അംശം മതി. ഈ ഒരു സംഭവത്തിനകത്ത് ഒരു നോളജ് പ്രീവിയസ് ആയിട്ട് ഒരു ചെറിയ നോളജ് മാത്രം മതി. അതിന് വലിയ സാക്ഷി വേണ്ട, എഗ്രിമെൻ്റ് വേണ്ട, വേറൊരാൾ ഒരു മെറ്റീരിയൽ ഒന്നും വേണ്ട. ചെറിയ നോളജിൻ്റെ ഒരു അംശം കോടതി കൊടുത്താൽ മതി. അത് മതി. ദിലീപിന് ഒരു ജീവപര്യന്തം തടവിലോട്ട് പോകും കാര്യങ്ങൾ. അപ്പോൾ അതിലേക്കാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പല കേസിലും ഞാൻ പറഞ്ഞു 8, 9, 10, 27, 30 ഇതിനെ സ്പർശിക്കുന്ന വൈറ്റലായ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കേസ് ഡയറിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അല്ലാതെ ഇത്രയും നമ്മുടെ എല്ലാം മനസ്സിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരും ആരാധിക്കുന്ന വ്യക്തിയാണ്, അതേ തുടരണമെന്നുണ്ടെങ്കിൽ പോലീസ് അങ്ങനെ എടുത്തു ചാടിയൊന്നും ചോദില്ല. ഹൈക്കോടതിയിലും ജാമ്യം നിഷേധിക്കപ്പെടുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസം. തിരിച്ചെത്താം.